ഈ മനുഷ്യനാണെങ്കിൽ അത്യാവശ്യത്തിന് ഫോൺ ചെയ്താൽ എടുക്കുകയില്ല. എന്താ നീ കോൾ ചെയ്തായിരുന്നോ? നീ വിളിക്കുന്ന സമയത്ത് ഞാൻ ജോലി തിരക്കിലായിരുന്നു, അതാ എടുക്കാൻ പറ്റാഞ്ഞ്. പറ, എന്താ കാര്യം? അത് ചേട്ടാ, നമ്മൾ കടം വാങ്ങിയില്ലേ, അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മുതലും പലിശയും ചേർത്ത് 7 ലക്ഷം ഉടനെ വേണമെന്നാ പറയുന്നത്. ഇടി, അവൻ അങ്ങനെയൊക്കെ പറയും. നമ്മൾ കുറച്ച് കാശ് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ അവൻ നാവ് അടയ്ക്കോളും. പക്ഷെ അവൻ മുഴുവൻ പൈസയും വേണമെന്നാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മോളെ കിഡ്നാപ്പ് ചെയ്യുന്നാ പറയുന്നത്. അവൻ അങ്ങനെയാണോ പറഞ്ഞേ? നമുക്കെന്നാ അവന്റെ പേരിൽ ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ? പോലീസിൽ പോയാൽ നമുക്കടി പ്രശ്നം. ഇവനെപ്പോലുള്ള ആൾക്കാർ പറയുന്നതേ പോലീസുകാർ കേൾക്കുകയുള്ളൂ. കാരണം അവൻ കാശ് കൊടുത്ത് എല്ലാവരും അവന്റെ ഭാഗത്താക്കും. അതുകൊണ്ട് അത് നടക്കില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? അതാ എനിക്കങ്ങോട്ട് മനസ്സിലാവാത്തത്. ഒരാഴ്ചക്കുള്ളിൽ 7 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കാനാ? അല്ല, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ആഭരണം ഇരിപ്പുണ്ടോ? നമ്മുടെ ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി പണയം വെച്ചില്ലേ? ശരി, ഓക്കെ. നീ കുറച്ച് സമയം താ, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കട്ടെ. ശരി, എന്നാ തീരെ സമയമില്ലേ, പെട്ടെന്ന് ആലോചിച്ച് ചെയ്യ്. ആ, ശരി. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇദ്ദേഹത്തിന് ഫോറിനിലിരുന്നോണ്ട് എന്ത് വേണമെങ്കിലും പറയാലോ. ഇവിടെയുള്ള നമ്മളല്ലേ ബാധിക്കപ്പെടുന്നത്. ഈ പ്രശ്നം എങ്ങനെയാന്ന് പരിഹരിക്കാന്ന് അറിയില്ലല്ലോ ഈശ്വര. ഈശ്വര, നീ തന്നെ ഇതിനൊരു വഴി തെളിച്ചു തരണേ. ഇന്നു മുതൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വരികയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് സൗഭാഗ്യം വേണോ? എങ്കിൽ എന്റെ നമ്പറിലേക്ക് വിളിക്കൂ. ഈ സ്വാമിയെ ഒന്ന് നമ്മുടെ വീട്ടിലോട്ട് വരുത്തിയാലോ? ഇദ്ദേഹം വന്നാൽ സൗഭാഗ്യം കൂടെ തന്നെ വരുന്നല്ലേ പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വരവോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ അതൊരു നല്ല കാര്യമല്ലേ? ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്കാം. ഹലോ, നമസ്കാരം. ഞാൻ സ്വാമിജി ശക്തിയാണ് സംസാരിക്കുന്നത്. ഭവതി ആരാണ്? സ്വാമി, എന്റെ പേര് ഈശ്വരി എന്നാ. പറയൂ മകളെ, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് എന്നെ വിളിച്ചത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്റെ പ്രശ്നങ്ങളൊന്നും ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല സ്വാമി. എനിക്കൊന്ന് നേരിൽ കാണണമായിരുന്നു. വേണ്ട മകളെ, എന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട. മകളെ സന്ദർശിക്കാനായി ഞാൻ അങ്ങോട്ട് വരുന്നതായിരിക്കും ഉചിതം. ഞാൻ നിങ്ങളുടെ ഭവനം സന്ദർശിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതം സുന്ദരമാകും. സന്തോഷം സ്വാമി, വരൂ. മകളുടെ വീടിന്റെ അഡ്രസ്സ് എന്റെ വാട്സാപ്പിലേക്ക് ഒന്ന് അയക്കൂ. ഞാൻ മകളുടെ വീട്ടിലേക്ക് എത്താം. ശരി സ്വാമി, ഇപ്പൊ തന്നെ ഞാൻ അയച്ചേക്കാം. ശരി മകളെ. ആ, സ്വാമി താങ്കളോ? അതെ മകളെ, നിങ്ങളുടെ ഭവനത്തിലേക്ക് നോം എത്തിയിരിക്കുന്നു. ഇതെന്താ മകളെ, എന്നെ വെളിയിൽ നിർത്തി സംസാരിക്കാൻ പോവുകയാണോ? അയ്യോ ക്ഷമിക്കണം, വരൂ വരൂ, അകത്തേക്ക് വരൂ. വരൂ സ്വാമി, ഇരിക്കൂ സ്വാമി. ഇരിക്കൂ, സ്വാമിക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. കുടിക്കാനായി കുറച്ച് തണുത്ത വെള്ളം തന്നാൽ മതിയാകും മകളെ.